മാങ്കൂട്ടത്തിൽ MLA കൂടി നമുക്കിപ്പം ടെലിഫോണിൽ ചേർന്നുണ്ട്. ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ, അങ്ങ് ഈ വാർത്ത അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഈ കൊച്ചിയിലെ മാർക്കറ്റിംഗ് കമ്പനികൾ തൊഴിൽ വാഗ്ദാനം ചെയ്ത് കൊടിയ ചൂഷണത്തിനും ക്രൂരമായ പീഡനങ്ങൾക്കും യുവാക്കളെ ഇരയാക്കുന്നതിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇന്ന് രാവിലെ മുതൽ തന്നെ ന്യൂസ് മലയാളം സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ നടുങ്ങിപ്പോവും. കാരണം ഈ കുട്ടികളെ ടാർഗറ്റ് തികച്ചില്ലെങ്കിൽ ഇവരെ ബെൽറ്റിട്ട് നായെ പോലെ നിലം നക്കിക്കുക, ക്ലോസറ്റ് നക്കിക്കുക, സ്ത്രീകളോട് പോലും മോശം രീതിയിലുള്ള പെരുമാറ്റം. ഇത് ഈ കേരളത്തിൽ ഇങ്ങനെയൊക്കെ ഒരു സംഭവം നടക്കുന്നുണ്ട് എന്ന് പറയുന്നത് ഞെട്ടലോടെ മാത്രമേ അറിയാൻ കഴിയുന്നുള്ളൂ. ഈ വിഷയത്തിൽ അങ്ങയുടെ പ്രതികരണം എന്താണ്? ഇങ്ങനൊരു സംഭവം എന്ന് നമ്മളിങ്ങനെ പറയുന്നത്, ഇടയ്ക്കിടയ്ക്ക് പറയേണ്ടി വരുന്നത് നമ്മുടെ ഒരു ഫോൾസ് ഈഗോ കൊണ്ട് മാത്രമാണ്. ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ നിവൃത്തിയില്ലാത്തതിന്റെ പേരിൽ ഭക്ഷണം മോഷ്ടിച്ചു എന്ന കുറ്റം ആരോപിച്ചൊരു മനുഷ്യനെ ഒരു നാട്ടുകൂട്ടം ചേർന്നിട്ട് കൊന്ന നാടിന്റെ പേരാണ് കേരളം. അതുകൊണ്ട് അത്തരത്തിലുള്ള ഫോൾസ് ഈഗോ എനിക്കില്ല. ഇനി രണ്ട്, ഈ വിഷയവുമായിട്ട് എടുത്തു കഴിയുമ്പോൾ എനിക്ക് ഇതിനകത്ത് 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറയാനായിട്ടുള്ളത്. ഒന്ന്, ഈ കമ്പനി, ആ കമ്പനിയുടെ ഒന്ന്, നമ്മൾ ഈ പ്രമുഖ കമ്പനി എന്ന് പറയേണ്ട കാര്യമില്ല. ഈ ഹിന്ദുസ്ഥാൻ എന്ന് പറഞ്ഞിട്ട് ആ കമ്പനിയുടെ പേര് തന്നെ പറഞ്ഞ് നാളുകളിലേക്ക് ഈ സ്ഥാപനം അവിടെ പ്രവർത്തിക്കാതിരിക്കുന്ന തരത്തിൽ ഈ സ്ഥാപനത്തെ അപമാനിക്കേണ്ടുന്ന ഒരു ബാധ്യത നമുക്ക് എല്ലാവർക്കും ഉണ്ട്. കാരണം നാളെ ഈ കമ്പനിയുടെ പേര് കേൾക്കുമ്പോൾ തന്നെ ആളുകൾക്ക് അലർട്ടാകണം. ഇതുപോലെയുള്ള പ്രാകൃത മനുഷ്യന്മാരെന്ന് പറയുമ്പോൾ നമ്മുടെ ഏതെങ്കിലും ഒരു പ്രാകൃത കാലത്ത് ഇമാതിരി വൃത്തികേടുകൾ ഏതെങ്കിലും മനുഷ്യന്മാർ കാണിച്ചിട്ടുള്ളതായിട്ട് നമ്മളാരും ഒരു ചരിത്ര പുസ്തകത്തിനും രേഖപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് പ്രാകൃതം എന്ന് പറയുന്നത് തന്നെ തെറ്റാണ്. ഇത് ഇവന്മാരൊക്കെ ആരാണെന്നാണ് ഉമ്മറുടെ വിചാരം? സത്യത്തിൽ ഈ പിന്നെ എന്താ പറയാ, ഈ ഒരു I4 എന്ന് പറയുന്ന നിയമവ്യവസ്ഥ നമ്മുടെ നാട്ടിൽ ഇല്ല എങ്കിലും ഇവന്മാരെ ഈ സമാനമായ സാഹചര്യത്തിലൂടെ അനുഭവിപ്പിക്കണ്ടേ? ഈ കുട്ടികൾ അനുഭവിച്ച ഈ പ്രയാസത്തിലൂടെ തന്നെ അനുഭവിപ്പിക്കണ്ടേ? കാരണം എന്താണ്, ഇവന്മാരൊക്കെ ആരാണെന്നാണ് ഉമ്മറുടെ വിചാരം? ഒരു തൊഴിൽ ടാർഗറ്റ് തികച്ചിട്ടില്ല എങ്കിൽ ഇവർക്ക് ആ സ്ഥാപനത്തിൽ ഉൾക്കൊള്ളാൻ പറ്റാത്തവരാണെങ്കിൽ അവരെ രാഹുൽ മാങ്കൂട്ടത്തിൽ, ഇപ്പോൾ ഈ കമ്പനിക്കെതിരെ പരാതിപ്പെട്ട വിദ്യാർത്ഥികൾ, ഈ ഉദ്യോഗാർത്ഥികൾ, അവർ പലരുണ്ട്. ഇവരൊക്കെ ഈ പരാതിയുമായി പോലീസ് സ്റ്റേഷനിൽ സമീപിക്കുമ്പോഴും അല്ലെങ്കിൽ മറ്റ് ബന്ധപ്പെട്ട അധികാരികളെ സമീപിച്ചാലും ഇവരുടെ വാട്സാപ്പിലേക്ക് തോക്കിന്റെ ചിത്രങ്ങൾ അയക്കുക, ഇവരുടെ വീട്ടിലേക്ക് കുടുംബത്തേക്ക് ഗുണ്ടകളെ അയക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ ജോയ് ജോസഫ് അടക്കമുള്ള ആളുകൾ ചെയ്യുന്നത്. മാത്രമല്ല, തങ്ങളെ തൊടാൻ ഒരാളും വരില്ല എന്ന് ഉറക്കെ പറയുന്നുണ്ട്. അതിനകത്ത് ആ കുട്ടികൾ ടെൻഷൻ അടിക്കണ്ട. അതിന് നമ്മൾ ഈ നാട്ടിൽ രാഷ്ട്രീയ സംഘടനകൾ, യുവജന സംഘടനകളും ഒക്കെ ഉണ്ടല്ലോ. ആ സ്ഥാപനത്തിന്റെ കാര്യമൊക്കെ ഞങ്ങളൊക്കെ ഏറ്റു. അതിനകത്തൊന്നും പ്രശ്നമൊന്നുമില്ല. അതിന്റെ പേരിലൊക്കെ ഇഷ്ടം പോലെ കേസുകളുണ്ട്. അതിന്റെ പേരിൽ ഒരു കേസും കൂടെ വന്നു കഴിഞ്ഞാൽ അതൊക്കെ ഞങ്ങളൊക്കെ സഹിച്ചോളാം. അതൊന്നും കുഴപ്പമില്ല. അതിന്റെ പേരിൽ ആ കളിത്തോക്കൊന്നും കാണിച്ചിട്ട് ആ കുട്ടികളാരും പേടിക്കണ്ട. അതിന്റെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. ആ സ്ഥാപനത്തിന്റെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. അത് ഭീഷണിയൊന്നുമല്ല. അത് ഞങ്ങൾ നോക്കിക്കോളാം. അതിനകത്ത് പ്രത്യേകിച്ച് റിഗ്രറ്റ് ഒന്നും ഇല്ലാതെ തന്നെ ഞങ്ങൾ നോക്കിക്കോളാം. അതിന്റെ പേരിൽ വരുന്ന നിയമ കാര്യങ്ങളെല്ലാം ഞങ്ങൾ നേരിട്ടോളാം. അത് പ്രശ്നമില്ല. അത് വിട്ടേരെ. എന്റെ പോയിന്റ്, എനിക്ക് ഇതിനകത്ത് 3 പോയിന്റാണുള്ളത്. ഒന്ന്, ഈ സ്ഥാപനത്തിൽ കാണിക്കുന്നിട്ടുള്ള തെറ്റായ രീതി. രണ്ട്, എനിക്ക് ഞാൻ കുട്ടികളോടും വിയോജിപ്പുണ്ട്. അങ്ങനെ നമ്മുടെ നമ്മുടെ ഈഗോ ഹർട്ട് ചെയ്യപ്പെട്ട് നമ്മുടെ എല്ലാ അഭിമാന ബോധങ്ങളും ക്ഷതം സംഭവിപ്പിച്ചിട്ട് അങ്ങനെ ജോലിക്ക് കടിച്ചു തൂങ്ങേണ്ടുന്ന കാര്യമില്ല. ഇനി മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ഈ നാട്ടിലെ മിസ് ഗവർണൻസ് ആണ്. ഈ വിഷയത്തിലും ഞാൻ ഗവൺമെന്റിനെതിരായിട്ട് പറയുകയല്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർക്ക് കഴുത്തിൽ തൊടലുമിട്ട് ബെൽറ്റുമിട്ട് പട്ടിയെ പോലെ നിലത്ത് കുത്തിയിരുന്ന് ഭക്ഷണം കഴിക്കുവാൻ തോന്നുന്ന തലത്തിൽ ജോലി ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യം ഈ നാട്ടിൽ, അതായത് ഇങ്ങനെയെങ്കിലും ഒരു ജോലി കിട്ടട്ടെ എന്നുള്ള ചെറുപ്പക്കാരുടെ ബോധത്തിലേക്ക് തള്ളിവിടുന്നതിനകത്ത് വളരെ ഗുരുതരമായിട്ടുള്ള, നമ്മൾ എപ്പോഴും പറയുന്ന വിഷയങ്ങളുണ്ടല്ലോ, സീരിയസ് ആയിട്ടുള്ള അക്കാദമിക് ഇഷ്യൂസ് നമ്മൾ പറയുമല്ലോ, ചെറുപ്പക്കാരുടെ തൊഴിലില്ലായ്മ അടക്കമുള്ള വിഷയങ്ങൾ, കേരളത്തിലെ വലിയ രാജ്യ ശരാശരിയേക്കാൾ താഴ്ന്നു നിൽക്കുന്ന തൊഴിലില്ലായ്മ നിരക്ക് എന്നൊക്കെ പറയുന്ന പ്രശ്നങ്ങളുടെ റിസൾട്ടാണ് ഇത്. അപ്പൊ ഈ 3 കാര്യങ്ങളാണ് പറയാനായിട്ടത്. പിന്നെ ആ കുട്ടികൾ, എന്റെ വാക്ക് ഏതെങ്കിലും ഈ തൊഴിലിടത്തിൽ പ്രവർത്തിക്കുന്ന കുട്ടികൾ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്നും ആശങ്കപ്പെടേണ്ട. നിങ്ങളുടെ വാട്സപ്പിലേക്ക് വരുന്ന ചിത്രങ്ങളെ കണ്ടിട്ട് നിങ്ങൾ പേടിക്കേണ്ട. ആ തോക്ക് ചൂണ്ടുന്നവന്മാരുടെ കാര്യം നിങ്ങൾ ഏറ്റിട്ടുണ്ട്. ശരി, വളരെയധികം നന്ദി ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികരിച്ചതിന്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA യുടെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്.